ഇതെല്ലാം നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച ആപ്പിൾ തൈകളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആപ്പിളുകൾ വിത്തിൽ നിന്ന് മുളപ്പിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആപ്പിളിൻ്റെ കുരുകൾ എടുത്തിട്ട് അതിങ്ങനെ പേപ്പർ ടവലിൽ ഇതുപോലെ നമ്മൾ മടക്കി ഇച്ചിരി വെള്ളം തെളിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇതിൻ്റെ പ്രോസസ്സിൻ്റെ പേര് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ്. അതായത് നമുക്ക് തണുപ്പ് കിട്ടിയാലേ ഉള്ളൂ ആപ്പിൾ സീഡുകൾ മുളച്ചു വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 മാസം ഫ്രിഡ്ജിൽ വെച്ച സാധനം നമുക്ക് പുറത്തെടുത്ത് ഇതുപോലെ നമുക്ക് പാകാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മുളച്ച് കിട്ടും ഫ്രിഡ്ജിൽ തന്നെ, ചിലപ്പോൾ ഇതുപോലെ മുളയ്ക്കാണ്ട് വരും. അപ്പോൾ നമ്മൾ മുളയ്ക്കാത്തതാണെങ്കിൽ പോലും ഫ്രിഡ്ജിൽ വെച്ചതെടുത്ത് ഇതുപോലെ പ്ലാന്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൂര്യപ്രകാശമൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും ഒരു 2 മാസം കൊണ്ട് തന്നെ ഇത് ജെർമിനേറ്റായി നല്ലപോലെ തൈകളായി വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 ഇലയൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പറിച്ച് വേറൊരു പോട്ടിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 വർഷം കൊണ്ട് തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള തൈ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളിതുപോലെ തൈ ഉണ്ടാക്കിയാലും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ആപ്പിൾ കായ്ച്ച് വരണമെങ്കിൽ ഏകദേശം ഒരു 8 വർഷമെങ്കിലും എടുക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള തൈകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആനയോ ഗോൾഡൻ റോസറ്റോ അങ്ങനെയുള്ള വെറൈറ്റികളിലെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ആപ്പിൾ ഉണ്ടാകാൻ ഏറ്റവും ബെസ്റ്റ്.